വിജയ് ആക്ടിങ് കരിയർ നിർത്തുകയാണ്. ഓക്കെ, ഒരുപാട് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റുകളെ കൊണ്ട് ഇങ്ങനെ ചാകര തീർക്കുകയാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടതൊക്കെ വിജയ് എന്ന് പറയുന്ന ആക്ടർ ആ ഒരു കരിയർ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുന്ന ആ ഒരു ലാസ്റ്റ് മൂവിയുടെ പോസ്റ്റർ റിലീസ് ചെയ്തതിൻ്റെ അടിയിലും അതുപോലെയൊക്കെ വന്ന കമൻറ്റുകളാണ്, ഈ അടുത്തായിട്ടൊക്കെ വന്ന കമൻറ്റുകളാണ്. സോ ഒരു നടൻ എന്നുള്ള നിലയിൽ പിന്നെ ഒരുപാട് ആരാധകരുണ്ട്, ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. സോ ഹേറ്റേഴ്സ് കടന്ന് തിളയ്ക്കുന്ന തിളപ്പാണ് ആ ഒരു കമൻറ്റ് ബോക്സിലും കാര്യങ്ങളൊക്കെ കാണുന്നത്. സോ എങ്ങനെയാണ് വിജയ് എന്ന് പറയുന്ന ഈ ഒരു നടൻ ഇത്രത്തോളം വലിയ ഒരു താര പദവിയിലെത്തിയത്? നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതായത് ഒരു മിക്സഡ് റിവ്യൂ വന്ന ഗോഡ് എന്ന് പറയുന്ന സിനിമ 413 കോടിയാണ് ഓൾ ഗ്രോസ് ആയിട്ട്, അതായത് ഓൾ വേൾഡ് ഗ്രോസ് ആയിട്ട് നേടിക്കഴിഞ്ഞിരിക്കുന്നത് ഇപ്പം മാത്രം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഫലം, അതായത് ലാസ്റ്റ് അഭിനയിക്കാൻ പോകുന്ന സിനിമയുടെ പ്രതിഫലം എന്ന് പറയുന്നത് ഏകദേശം 250 കോടിക്ക് മുകളിലാണ്, 275 കോടിയാണെന്നൊക്കെ കേൾക്കുന്നു. അതിനു മുന്നേ അഭിനയിച്ച സിനിമയിൽ 200 കോടിയാണ് അദ്ദേഹം പ്രതിഫലം വാങ്ങിയതും എന്നും കേൾക്കുന്നു. എങ്ങനെയാണ് വിജയ് എന്ന് പറയുന്ന ആക്ടർ ഇത്രത്തോളം ഒരു വലിയ ഫാൻ ബേസ് നേടിയെടുത്തത്? അതായത് ഒരു പെട്ടെന്നുണ്ടായ ഒരു ഫാൻ ബേസ് ആണോ അദ്ദേഹത്തിനുള്ളത്? ഇപ്പൊ ഹെയ്റ്റേഴ്സ് കടന്നിങ്ങനെ തിളയ്ക്കുന്നില്ലേ, ഇദ്ദേഹം അഭിനയം നിർത്താണെന്ന് പറയുമ്പോൾ നിർത്തിപ്പോ ഇതുവരെ നിർത്തിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട്, തമിഴ് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ആക്ടർ വിജയാണ്. ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നതും വിജയ് സിനിമകൾക്കാണ്. ഈവൻ ഒരു പാട്ട്, അതായത് ഒരു സോങ് റിലീസിന് പോലും ഒരു നല്ല രീതിയിലുള്ള ബിസിനസ് വിജയ് സിനിമകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. സോ ഈ ആക്ടർ അവിടെ ആക്ടിങ് നിർത്തുകയാണെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ ബിസിനസ്സിനെയും കാര്യങ്ങളെയും ഒക്കെ ആ ഒരു ബിസിനസ് സെഗ്മെന്റിനെയും കൂടി, അത് ഇപ്പം വിജയ്ക്ക് പകരം വേറെ ഏതെങ്കിലും ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം, പക്ഷേ സ്റ്റിൽ ഇപ്പോൾ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രീ ബിസിനസ് ആയാലും പോസ്റ്റ് ബിസിനസ് ആയാലും എല്ലാം നടക്കുന്നത് വിജയ് സിനിമകളിലാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. സോ എങ്ങനെയാണ് വിജയ് എന്ന് പറയുന്ന ആക്ടർ ഇത്രത്തോളം ഒരു വലിയ ഒരു സ്റ്റാർട്ടം കെട്ടിപ്പടുത്തത്? വിജയുടെ ആ ഒരു കരിയർ ഗ്രാഫും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് അരുൺ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. നമ്മൾ ഇതേപോലെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട് നടത്തുന്നതാണ്, സിനിമ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാം നമ്മുടെ ചാനലിൽ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വിജയ് എന്ന് പറയുന്ന ആ ഒരു ആക്ടറുടെ ഒരു കരിയർ ഗ്രാഫിലേക്ക് ജസ്റ്റ് ഒന്ന് കടന്നു പോകാം ഗൈസ്. സോ മെയിൻ വീഡിയോയിലേക്ക് പോകുന്നതിന് നിങ്ങളെ വിജയ് ആരാധകനാക്കിയ സിനിമ ഏതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ വിജയ് എന്ന് പറയുന്ന നടൻ്റെ ആ ഒരു ജീവിത കഥയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എത്തി നോക്കി പോവാം. എന്തായാലും തമിഴ് ചലച്ചിത്ര രംഗത്തെ ഒരു പ്രമുഖ നടനും പിന്നണി ഗായകനുമാണ് വിജയ് എന്നറിയപ്പെടുന്ന ജോസഫ് വിജയ് ചന്ദ്രശേഖർ. 1974 ജൂൺ 22 അദ്ദേഹം ജനിച്ചത്. സോ സംവിധായകൻ എസ് എ ചന്ദ്രശേഖരൻ ആണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. 1984 PS വീരപ്പൻ നിർമ്മിച്ച വെട്രി എന്ന തമിഴ് ചിത്രത്തിലൂടെ തൻ്റെ 10ാം വയസ്സിൽ ബാലതാരമായി വിജയ് അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് കുടുംബം 1984, വസന്തരാഗം 1986 തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചു. സട്ടം ഒരു വിളയാട്ട്, ഇത് എങ്കൽ നീതി, പിന്നെ അതുപോലെ തന്നെ തൻ്റെ പിതാവ് സംവിധാനം ചെയ്ത ഞാൻ സിഗപ്പു മനിതൻ 1985 എന്ന ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം സഹകഥാപാത്രത്തിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ ഒരു ബാലതാരമായിട്ടുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത്. 1992 നാളയ്യ തീർപ്പ് എന്ന ചിത്രത്തിലാണ് വിജയ് ആദ്യമായി നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഈ ഒരു ചിത്രത്തിന് ശേഷം സെന്തൂരപാണ്ടി, രസികൻ, ദേവ, കോയമ്പത്തൂർ മാപ്പിളൈ എന്നീ ചിത്രങ്ങളിൽ വിജയ് അഭിനയിച്ചു. അവയിൽ ഭൂരിഭാഗവും വിജയിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. 1996, അതായത് ഞാൻ ജനിച്ച വർഷം, വിക്രമൻ സംവിധാനം ചെയ്ത പൂവേ ഉനക്കാകയിൽ വിജയ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന് പ്രാരംഭ ബ്രേക്കും ജനപ്രീതിയും കിട്ടിയ ഒരു സമയമായിരുന്നു. 1997 വിജയ് കാലമെന്നും കാത്തിരുപ്പേൻ, ലവ് ടുഡേ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഈ ഒരു സമയവും അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫ് ഇങ്ങനെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് നേർക്ക് നേർ, കാതലിക്ക് മര്യാദ, നിനത്താൻ വന്തായി, പ്രിയം മുടൻ, തുള്ളാത്ത മനവും തുള്ളും തുടങ്ങിയ വാണിജ്യപരമായി വിജയിച്ച ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. സോ ഇത് സിനിമയുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രമിക്കണം. 1999 അദ്ദേഹം പിന്നീട് എങ്കെൻഡ്രും കാതൽ, നെഞ്ചിലെ, മിൻസാര കണ്ണ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് 2000-ന്റെ മേലോട്ട് വാണിജ്യപരമായി വിജയിച്ച റൊമാൻറ്റിക് ചിത്രങ്ങളായ കുശി, പ്രിയമാനവളെ എന്നിവയ്ക്കൊപ്പം അദ്ദേഹത്തിൻ്റെ 25ാമത്തെ ചിത്രമായ
കണ്ണുക്കുൾ നിലാവ് എന്ന സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 2001 ഹാട്രിക് ബോക്സ് ഓഫീസ് വിജയ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. സുഹൃത്തുക്കളെ, ബദ്രിയും ഷാജഹാനും 2002 പ്രിയങ്ക ചോപ്രയ്ക്കൊപ്പം തമിഴൻ എന്ന ആക്ഷൻ സിനിമയിലും അദ്ദേഹം അഭിനയിച്ചു. പിന്നീട് അതേ വർഷം തന്നെ യൂത്ത് എന്ന് പറയുന്ന റൊമാൻറ്റിക് ചിത്രത്തിലും ആക്ഷൻ ചിത്രമായ ഭഗവതി, അതൊക്കെ പറയുമ്പോൾ ഭഗവതിയിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. വിജയ് 2003 വസീകര, പുതിയ ഗീതൈ എന്നിവയിലൂടെ വീണ്ടും അദ്ദേഹത്തിൻ്റെ കരിയർ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു. 2003 തിരുമലൈ എന്ന ആക്ഷൻ റൊമാൻസ് ചിത്രത്തിന് ശേഷം തൃഷയ്ക്കും പ്രകാശ് രാജിനുമൊപ്പം എസ് ധരണി സംവിധാനം ചെയ്ത ഗില്ലിയിൽ വിജയ് അഭിനയിച്ചു. ഒന്നും പറയാനല്ല, അതൊരു വലിയ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റായിരുന്നു. ഈ സിനിമ വാണിജ്യപരമായി വിജയിക്കും ആഭ്യന്തര ബോക്സ് ഓഫീസിൽ വളരെയധികം കളക്ഷൻ നേടിയ ഒരു തമിഴ് ചിത്രമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഗില്ലി എന്നൊക്കെ പറയുമ്പോൾ വിജയ് ആരാധകന് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. സോ റിലീസ് ചെയ്ത ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമ എന്ന റെക്കോർഡും ഈ സിനിമ ആ സമയത്ത് തകർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 2005 അദ്ദേഹം മാധുരയിലും തിരുപ്പാച്ചിയിലും അഭിനയിച്ചു. സിനിമ പേര് ഞാൻ വിക്കിപീഡിയയിൽ നിന്ന് എടുത്താണ്, അപ്പം ആ സിനിമ പേരിൻ്റെ പ്രൊനൗൺസിയേഷനിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പിന്നീട് വാണിജ്യപരമായി വിജയിച്ച സച്ചിൻ, ശിവകാശി, പോക്കിരി എന്നീ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പോക്കിരി അദ്ദേഹത്തിന് ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ടായിരുന്നു. പോക്കിരിക്ക് ഏതാല്ലേ സിനിമ. സോ പോക്കിരി എന്നൊക്കെ പറയുമ്പം ഒന്നും പറയാനില്ല. സോ 2007 അവസാനത്തിൽ വിജയ് തൻ്റെ കരിയറിൽ ആദ്യമായി ഇരട്ട വേഷത്തിൽ അഭിനയിച്ച അഴകിയ തമിഴ് മകൻ എന്ന റൊമാൻറ്റിക് ത്രില്ലർ ചിത്രത്തിൽ അഭിനയിച്ചു. സോ അഴകിയ തമിഴ് മകൻ ഒരു മിക്സഡ് റിവ്യൂ ഒക്കെ ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നു. നായകൻ്റെയും പ്രതിനായകൻ്റെയും വേഷങ്ങൾ അദ്ദേഹം ആ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് പുറത്ത് ഈ ചിത്രം വാണിജ്യപരമായി വിജയിച്ചു. വാണിജ്യപരമായി വിജയിച്ച 2008 കുരുവിയും അതുപോലെ തന്നെ 2009 വേട്ടക്കാരനും ഒഴികെ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള റിലീസുകളായ അഴകിയ തമിഴ് മകനും വില്ലും ആഭ്യന്തര ബോക്സ് ഓഫീസിൽ ശരാശരി വിജയങ്ങളായിരുന്നു ഇന്ത്യയിൽ. അതേസമയം വിദേശത്ത് കൂടുതൽ ഈ ചിത്രങ്ങളെല്ലാം വിജയിക്കുകയും ചെയ്തു. ആക്ഷൻ കോമഡി ചിത്രമായ സുരയിൽ അഭിനയിച്ചു. അത് നടനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ 50ാമത്തെ ചിത്രമായിരുന്നു. തുടക്കത്തിൽ സിദ്ദിഖ് സംവിധാനം ചെയ്ത, അതായത് 2011 തുടക്കത്തിൽ സിദ്ദിഖ് സംവിധാനം ചെയ്ത കാവലൻ എന്ന റൊമാൻറ്റിക് കോമഡിയിൽ വിജയ് അഭിനയിച്ചു, നമ്മുടെ ബോഡി ഗാർഡ്. അതിന് നല്ല പ്രതികരണവും ലോകമെമ്പാടുമായി 102 കോടി ബോക്സ് ഓഫീസ് കളക്ഷനും ലഭിച്ചു. ചൈനയിലെ ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചു. കാവലൻ ചൈനയിൽ വാണിജ്യ വിജയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രം എം രാജ സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രമായ വേലായുധമായിരുന്നു. ഇത് ദീപാവലി സമയത്ത് പുറത്തിറങ്ങി. 2011 ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു ചിത്രം. ഈ ചിത്രം വിദേശത്തും നിരൂപക വിജയം തന്നെയായിരുന്നു. സോ എന്തായാലും ഇതൊക്കെയായിരുന്നു വിജയ് എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ആ ഒരു ഗ്രാഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. 2012 വിജയ് വിജയിച്ച ഹിന്ദി ചിത്രമായ 3 ഇഡിയറ്റ്സിൻ്റെ റീമേക്കായ നൻപനിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് വാണിജ്യപരമായി വിജയിച്ചു. പിന്നീട് ആ വർഷം AR മുരുകദാസ് സംവിധാനം ചെയ്ത തുപ്പാക്കി എന്ന ആക്ഷൻ ത്രില്ലറിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചിത്രം ആഭ്യന്തരമായി 100 കോടിയിലധികം നേടിയ 3ാമത്തെ തമിഴ് ചിത്രമായി ആ കാലത്ത് മാറിയിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് വിജയുടെ കരിയറിലെ ഏറ്റവും വിജയകരമായ ചിത്രവും ഇത് തന്നെയായിരുന്നു. 121 കോടിയിലധികം അതായത് ഈ സിനിമയിൽ നിന്ന് സമ്പാദിച്ചു. ML വിജയ് സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രമായ തലൈവ 2013 ഓഗസ്റ്റിൽ സമ്മിശ്ര നിരൂപണങ്ങളോടെ പുറത്തിറങ്ങി. 2014 അദ്ദേഹം ജില്ല എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു. അതും ബോക്സ് ഓഫീസ് ഹിറ്റായി. ആക്ഷൻ ത്രില്ലറായ കത്തിയിൽ വിജയ് അഭിനയിച്ചു. ഇത് പോസിറ്റീവ് അവലോകനങ്ങൾ നേടുകയും ബോക്സ് ഓഫീസിൽ 130 കോടി നേടുകയും ചെയ്തു. 2014 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് ചിത്രങ്ങളിൽ ഒന്നായി ഈ ഒരു ചിത്രം മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2015 ചിമ്പുദേവൻ സംവിധാനം ചെയ്ത പുലി എന്ന ഫാന്റസി സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു. ഇതിന് നിരൂപകരിൽ നിന്ന് മോശം അവലോകനങ്ങൾ തന്നെയാണ് ലഭിച്ചതെങ്കിൽ കൂടിയും ഇത്രയും മോശം നിരൂപണങ്ങൾ ഉണ്ടായിട്ടും 2015 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു ചിത്രം. ഏപ്രിലിൽ ആറ്റ്ലി സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ തെറി എന്ന് പറയുന്ന സമ്മിശ്ര അവലോകനങ്ങൾ നേടിയ ചിത്രത്തിൽ അഭിനയിച്ചു. കോടിയിലധികം സമ്പാദിച്ചു, അതായത് 170 കോടിയിലധികം സമ്പാദിച്ച് 2016 ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ തമിഴ് ചിത്രമായി ഈ ഒരു സിനിമ മാറുകയും ചെയ്തു. 2017 മസാല ചിത്രമായ ഭൈരവ പുറത്തിറങ്ങി. വീണ്ടും സമ്മിശ്ര അവലോകനങ്ങൾ. 2017 ആക്ഷൻ ത്രില്ലർ മെർസൽ പുറത്തിറങ്ങി. അത് വാണിജ്യപരമായി 250 കോടിയിലധികം നേടിയ ആദ്യ വിജയ് ചിത്രങ്ങളിൽ ഒന്നായി അത് മാറി. 2018 നാഷണൽ ഫിലിം അവാർഡ് UK മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള അവാർഡ് ഈ ചിത്രം നേടുന്നുണ്ടായിരുന്നു. 2018 കീർത്തി സുരേഷിനൊപ്പം സർക്കാർ എന്ന രാഷ്ട്രീയ സിനിമയിൽ വിജയ് അഭിനയിച്ചു. അത് 2 ദിവസത്തിനുള്ളിൽ 100 കോടി ക്ലബിൽ പ്രവേശിച്ചു.
വാവ്. ഈ ചിത്രം 80 രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുകയും 250 കോടിയിലധികം കളക്ഷൻ നേടുന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാഫ് ഇങ്ങനെ ഉയർത്തിയത്. പുറത്തിറങ്ങിയ ഒരു ഫുട്ബോൾ ആക്ഷൻ ചിത്രമായ ബിഗിൽ വിജയ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന് നിരൂപകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണം ലഭിച്ചപ്പോൾ വിജയ് തൻ്റെ കഥാപാത്രത്തിൻ്റെ ചിത്രീകരണത്തിന് പ്രശംസിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അഭിനയം പ്രശംസിപ്പിക്കപ്പെട്ടു. കൂടാതെ ചിത്രം ഒരു വാണിജ്യപരമായ ചിത്രമായിരുന്നു. വിജയം 300 കോടിയിലധികം വരുമാനം. ഈജിപ്തിലും ജോർദാനിലും റിലീസ് ചെയ്ത ആദ്യ തമിഴ് സിനിമ കൂടിയായിരുന്നു ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ലോകേഷ് 2021 ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രം മാസ്റ്റർ പുറത്തിറങ്ങി. റിലീസിന് ശേഷം കാഴ്ചക്കാരിൽ നിന്നും നിരൂപകരിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ സമ്മിശ്രമായി ലഭിച്ച ഒരു ചിത്രം കൂടിയാണിത്. ഈ ചിത്രം ലോകമെമ്പാടുമായി 300 കോടിയിലധികം കളക്ഷൻ നേടുകയും ബോക്സ് ഓഫീസ് ഹിറ്റായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ കളക്ഷൻ ഹൈ ഗ്രാഫ് നിങ്ങളൊന്ന് നോക്കുക. അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രം ഡാർക്ക് കോമഡി ആക്ഷൻ ചിത്രമായ ബീസ്റ്റ് ആയിരുന്നു. അത് 2022 ഏപ്രിൽ 13 തിയേറ്ററിൽ റിലീസ് ചെയ്യുകയും നിരൂപകരിൽ നിന്ന് സമ്മിശ്ര അവലോകനങ്ങൾ നേടുകയും ചെയ്ത ഒരു ചിത്രമാണ്. ഈ ചിത്രം വിദേശ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. വാണിജ്യപരമായി അവിടെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകമെമ്പാടും 300 കോടിയിലധികം കളക്ഷൻ നേടിയ ഒരു ചിത്രം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് ഷെയ്ഡ് വന്ന അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ വന്ന ചിത്രമാണത്. 2022 ആഗോളതലത്തിൽ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ചിത്രങ്ങളിൽ ഒന്നായിട്ട് ഈ ഒരു ചിത്രം മാറുകയും ചെയ്തു. 2023 വംശി സംവിധാനം ചെയ്ത വാരിസ് എന്ന ആക്ഷൻ ഡ്രാമയിൽ വിജയ് അഭിനയിച്ചു. ഈ സിനിമ വാണിജ്യ ഹിറ്റായിരുന്നു. ബോക്സ് ഓഫീസിൽ 300 കോടിയിലധികം കളക്ഷൻ നേടി. 2023 അദ്ദേഹത്തിൻ്റെ അടുത്ത റിലീസ് ആക്ഷൻ ത്രില്ലർ ലിയോ ആയിരുന്നു. അതിൽ അദ്ദേഹം ടൈറ്റിൽ റോൾ ചെയ്തു. ഇതിന് നിരൂപകരിൽ നിന്ന് സമ്മിശ്ര അവലോകനങ്ങൾ ലഭിച്ചു. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്ന പട്ടത്തിലേക്ക് എത്തുകയാണ്. 600 കോടിയിലധികം ഗ്രോസ് നേടി ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നായി മാറുകയും ലിയോ എന്ന് പറയുന്ന സിനിമ ചെയ്തു. അദ്ദേഹത്തിൻ്റെ സയൻസ് ഫിക്ഷൻ ഫിലിം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോഡ് 2024 സെപ്റ്റംബർ 5 തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ പോസിറ്റീവ് ഒരു റിവ്യൂയോടുകൂടി തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. സോ എന്തായാലും 2024 ഫെബ്രുവരിയിൽ താൻ ഇനി ഒരു സിനിമ മാത്രമേ ചെയ്യുള്ളൂ എന്ന് വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ 69ാമത്തെ ചിത്രമായിരിക്കും ആ ഒരു സിനിമ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ടൈറ്റിൽ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ എന്നവർക്ക് മനസ്സിലായി കാണും വിജയ് എന്ന് പറയുന്ന നടൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഉണ്ടാക്കുന്ന തമിഴ് സിനിമയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ബിസിനസ് എത്രത്തോളം ആയിരിക്കും, എങ്ങനെയാണ് ആ ഒരു ബിസിനസ് ഡെവലപ്പ് ആയത്, അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ആരാധക പിന്തുണ എങ്ങനെയാണ് കൂടി വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ പിന്നെ അതങ്ങനെയാണല്ലോ, ഫാൻസ് കൂടുന്തോറും ഹെയ്റ്റേഴ്സിൻ്റെ എണ്ണവും കൂടും. അതായത് ഫാൻസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷേ ഹെയ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ നമുക്കതൊരു വീണ്ടും ഓടാനുള്ള ഒരു ഊർജ്ജമായി മാറുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. സോ അതേപോലെ തന്നെയാണ് വിജയുടെ കാര്യം എന്ന് പറയുന്നത്. സോ ഒരുപാട് ഹെയ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഫാൻസ് ഉണ്ട്. സോ എല്ലാവരും കൂടിയാണ് വിജയ് എന്ന് പറയുന്ന ആ ഒരു നടനെ ഇത്രത്തോളം വലുതാക്കിയത്. സോ എന്തായാലും അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് പോവുകയാണ്. അവിടെ എങ്ങനെയാവും എന്താവും എന്നൊന്നും ഒരു പ്രഡിക്ഷനില്ല. രാഷ്ട്രീയമാണ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ രാഷ്ട്രീയത്തിൽ വിജയിക്കുള്ളൂ. സിനിമയും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാലും രാഷ്ട്രീയം കുറച്ചും കൂടി എൻ്റയർലി ഡിഫറൻ്റ് ആണ്. നമുക്ക് കണ്ടറിയാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.